ഷെയിം ഓൺ യു. വയസ്സ് 10-45 ആയില്ലേ? എന്നിട്ടിങ്ങനെ പെണ്ണുങ്ങളോട് പോയി നുണ പറയാൻ നാണമല്ലല്ലോ. ഛേ സാർ, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാർ. ഐസക്, നിങ്ങളുടെ പ്രശ്നം എനിക്ക് നന്നായിട്ടറിയാം. ഗുഡ് ലക്ക് കമ്പനിയുമായി നിങ്ങൾക്കുള്ള ബന്ധവും അതിൽ നിങ്ങളുടെ താല്പര്യവും അറിയാം. എല്ലാം അറിഞ്ഞിരുന്നിട്ടും പരമാവധി ക്ഷമിക്കുന്നത് തലയിൽ കയറിയിരിക്കാനുള്ള ലൈസൻസായി എടുക്കരുത്. സാർ, അത് പിന്നെ മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല തുറന്നുള്ള ഡീലിങ്സ്. സോറി സാർ. ഏത് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള റേറ്റ് ഡയറക്ടേഴ്സിനാണ്. അതുകൊണ്ടാണ് ഈ കസേരയിൽ ഞാനിരിക്കുന്നത്. ആ റേറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഒരു സ്ത്രീയെ പറ്റി അപവാദം പറയാൻ. അതിൽ സത്യത്തിന്റെ കണികയെങ്കിലും ഉണ്ടെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ. ഛേ, മനുഷ്യർക്ക് ഇത്ര ചീപ്പാകാൻ പറ്റുമോ? ഗെറ്റ് ഔട്ട്. സാർ, എനിക്ക് നിങ്ങളുടെ മുഖം കാണുക വേണ്ട. സാർ പ്ലീസ്. നോക്കോ ഐസക്, ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാക്കാം. എന്താ കാണണോ? ഞാൻ വരുന്നതിന് മുമ്പുള്ള എല്ലാ പേഴ്സണൽ ഫയലുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. ട്രീസ എന്ന പെൺകുട്ടി നിങ്ങളെ കാരണമല്ലേ ജോലി വിട്ടു പോയത്, അല്ലേ? നിങ്ങളെക്കുറിച്ചുള്ള പല വിവരങ്ങളും നിങ്ങളുടെ ഭാര്യയെ എനിക്ക് അറിയിക്കാം. ക്ഷമിക്കണം സാർ, ഞാനിനി ആവർത്തിക്കില്ല. ആവർത്തിച്ചാൽ നിങ്ങൾക്കിവിടെ ജോലി ഉണ്ടാവില്ല. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഗോ സാർ. നല്ല പണിയാ കുഞ്ഞെ കാണിച്ചത്. എൻ്റെ പണി പോയനെ. ഞാനൊരു വിവരം സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും പറഞ്ഞപ്പോൾ അത് ഉടനെ ചെന്ന് ഭർത്താവിനോട് ചോദിച്ചിരിക്കുന്നു. അവസാനം കുറ്റക്കാരൻ ഞാനും. എൻ്റെ മോളോടുള്ള സ്നേഹം കൊണ്ടും മരിച്ചുപോയ മാഡത്തിനോടുള്ള സ്നേഹം കൊണ്ടും ഞാൻ പറഞ്ഞു പോയതാ. എൻ്റെ പൊന്നെ, ഞാൻ കഞ്ഞി കുടിച്ച് കിടന്നോട്ടെ. ഈ പണി പോയാൽ ജീവിക്കാൻ വേറെ മാർഗമില്ല. ഇത്രയും കാലം പണിയെടുത്ത കമ്പനിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഇത്തിരി ദണ്ണമുണ്ടേ. ഐസക് അങ്കിൾ എന്തായി പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുന്നുമില്ല. കമ്പനിയുടെ കൺസ്ട്രക്ഷൻ വർക്കും എക്സ്പോർട്ടിംഗ് വർക്കും മെറ്റീരിയൽ പർച്ചേസും ഒക്കെ അമൃത തന്നെ ചെയ്തോട്ടെ. നമുക്കൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞത് മോളങ്ങ് മറന്നു കളാ. ഈ മണ്ടന് ബുദ്ധി കുറവായതുകൊണ്ട് വന്ന് പറഞ്ഞു പോയതാ. ഹരി വഴക്ക് പറഞ്ഞോ? പറഞ്ഞോന്നോ? അയ്യോ, ഇനി ഞാൻ അത് പറഞ്ഞ അത് വേറെ വഴക്കാവും. മോളെ, അങ്കിളിന് 10-12 വർഷം കൂടി സർവീസ് ഉണ്ട്. ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് പണിയെടുത്തു. ഇനിയിപ്പോൾ സസ്പെൻഷൻ വാങ്ങിച്ചു എന്നുള്ള പേര് ദോഷം വേണ്ട. ഞാൻ പറഞ്ഞു ഒന്നും മോള് വിശ്വസിക്കണ്ട. അമൃതയും ഹരിസാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അമൃതയ്ക്ക് കമ്പനിയിൽ നിന്ന് പൈസ ഒരുപാട് കൊടുക്കുന്നുമില്ല. അവരുടെ അമ്മയെ ഹരിസാറെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ചികിത്സിക്കുന്നുമില്ല. പോരായോ? ഇനി ഞങ്ങൾ പോയിക്കോട്ടെ? ഐസക് അങ്കിൾ നിന്നേ, ഞാനൊന്ന് ചോദിക്കട്ടെ. അയ്യോ, ഇല്ല. ഇനി ഞാൻ നിന്ന എന്തെങ്കിലും പറയും. മോൾ അതുപോലെ ചെന്ന് ഹരിസാറിനോട് ചോദിക്കും. നാളെ മുതൽ ഞാൻ വീട്ടിൽ ഇരിക്കുകയും ചെയ്യും. ഒന്നും പറയുന്നില്ലേ? അങ്കിള് പറഞ്ഞതൊന്നും മോള് വിശ്വസിക്കണ്ട. സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും മാത്രം വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഒരു ദിവസം മോള് കണ്ണുകൊണ്ട് കാണും. അന്ന് മനസ്സിലാവും ഈ അങ്കിള് പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്ന്. പോട്ടെ. എൻ്റെ ചേച്ചി വെറുതെ ആളെ കളിയാക്കാതെ. കൈ കാശുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ ഞാൻ തരില്ലേ. ഞാൻ ഈ കിടപ്പിന്ന് എഴുന്നേക്കട്ടെ, എന്നിട്ട് നമുക്ക് വഴി നോക്കാം. തൽക്കാലം സച്ചേട്ടൻ കൊടുത്തയച്ച പൈസ അങ്ങ് വാങ്ങിക്കേ. എന്റെ പട്ടിക്ക് വേണോ പൈസ? എന്നാ പിന്നെ സ്വയം അനുഭവിച്ചോ. എന്തിനാ ചേച്ചി ഈ വാശി? ഇതുകൊണ്ട് ആരാ ജയിക്കുന്നേ, ആരാ തോക്കുന്നേ? എനിക്ക് നിന്റെ ഉപദേശം തത്വചിന്തയോ ഒന്നും കേൾക്കണ്ട. നീ കാശ് തരുന്നോ ഇല്ലയോ? ചേച്ചി ഒരു കാര്യം ചെയ്യ്, അകത്ത് കയറി നോക്ക്. എവിടെയെങ്കിലും കാശ് ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ, എത്ര രൂപയാണെങ്കിലും. അല്ലേലും എനിക്കറിയാടാ, നിനക്ക് എന്നോട് തീരെ സ്നേഹമില്ല. ഞാനിപ്പോ എല്ലാവർക്കും അധികപ്പറ്റ. പണ്ടേ നീ എനിക്ക് ഒന്നും തന്നിട്ടില്ല.
ആ വനജയ്ക്കും വിനീതയ്ക്കും നീ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഓ വനജയ്ക്ക് കുറെ തന്നു. അതിന്റെ കണക്കൊന്നും പറയാത്ത നല്ലത്. ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? സച്ചേട്ടൻ കൊടുത്തുവിട്ട കാശെടുത്ത് കാര്യം നടത്താതെ. ദേ എനിക്ക് തോന്നുന്നതേ ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാ. പണ്ടേ ഇവരിങ്ങനെ ചേച്ചി വഴക്കിന് വരുമ്പോ സച്ചേട്ടൻ അങ്ങ് മിണ്ടാതിരിക്കും. പറയാനുള്ളത് സ്ത്രീധനം, ചോദിക്കാനുള്ളത് ചേച്ചി അങ്ങ് ചോദിക്കും. ഹോ അങ്ങേര് മാന്യൻ. അങ്ങേര് മാന്യനാണെങ്കിൽ കണക്കായി പോയടി. നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഡാ വിഷ്ണു, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. ഞാൻ പറഞ്ഞില്ലേ, രൂപയുണ്ടെങ്കിൽ ചേച്ചി എടുത്തോ. അല്ലേ തന്നെ ഞാൻ എന്നാ എൻ്റെ കയ്യിലുള്ള കാശ് പെട്ടി വെച്ച് പൂട്ടിയിട്ടുള്ളത്? ദേ ഇത് ഒത്തുകളി തന്നെയാണെന്നേ. ഒത്തുകളി നിന്റെ തൊഴിലാ. കള്ളക്കടത്ത് കേസും കുഴൽപ്പണ കേസും ഒക്കെ ആയിട്ട് ഒരുത്തൻ അകത്തിരിപ്പുണ്ടല്ലോ. നിങ്ങളാ ഒത്തു കളിക്കുന്നത്. ഹാ. മോളെ, വാശിക്ക് നാശം. വെറുതെ വാശി പിടിക്കാതെ പൊന്നുമോളെ ആ കാശെടുത്തോണ്ട് പോയി കടവും വീട്ടി സച്ചിയും വിളിച്ചോണ്ട് വാ. നീ പോയി മാപ്പ് പറഞ്ഞ അവനിഞ്ഞു പോരും. ദേ അമ്മൂമ്മേ, ഞാൻ ഇതുവരെ അമ്മൂമ്മയോട് ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ എന്നെ കൊണ്ട് ഗുരുത്തക്കേട് പറയിപ്പിക്കരുത്. ഇതിന്റെ പേര് ആർത്തി നാമുമ്മേ. ചേച്ചിക്ക് എത്ര കിട്ടിയാലും പോരാ. ചേച്ചിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞതാ. എനിക്കാ ഈ വീട്ടിൽ നിന്ന് ഒന്നും തരാത്തെ. എന്നാലും ചേച്ചിക്ക് പിന്നെ പിന്നെ വേണോന്നേ ഉള്ളൂ. വെറുതെ അല്ല ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലുണ്ടല്ലോ. പിന്നെ തിരിച്ച് അങ്ങോട്ട് ഡേ, എടാ വിഷ്ണു, നിന്റെ 2 പെങ്ങന്മാരും ദൈവം സഹായിച്ച് നിന്റെ തള്ളയുടെ സകല സൽസ്വഭാവം കൊണ്ടാ ജനിച്ചിരിക്കുന്നത്. നിന്റെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക? 2 എണ്ണത്തിനെ അടിച്ചിറക്കി പുണ്യാൻ തളിക്കണം. ആ കൊച്ചം വയ്യാതെ ഇവിടെ ഇരിക്കുമ്പം എന്തെങ്കിലും നല്ല വാക്ക് പറയാനല്ല, 2ഉം കൂടി കിടന്ന് ചന്തേലെ പോലെ തമ്മിലടിക്കുന്നു. എന്റെ സൽസ്വഭാവമല്ല, നിങ്ങളുടെ മോന്റെ തൽസ്വഭാവമാ. അവര് തന്തയ്ക്ക് പറഞ്ഞ ആയതുകൊണ്ടാ. അല്ല പിന്നെ അതിനിടയ്ക്ക് അവരെന്നെ കുത്തുന്നു. എടി വിമലേ, നിന്റെ സൂക്കേട് നല്ലോണം മാറിയിട്ടില്ല. നീ പോയി കിടക്ക്. വെറുതെ വർത്താനം പറഞ്ഞ് ശരീരം ഇളക്കാതെ. ദേ എന്നാ പിന്നെ അമ്മ കുറച്ച് കാശിങ്ങതാ. അമ്മയുടെ കയ്യിലാവുമ്പോ ആ പെങ്കൊച്ചു കൊണ്ട് തന്ന കാശിരിപ്പുണ്ടല്ലോ. അയ്യോടി, അതിവിടെ ചെലവായില്ലയോ? ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ കൈ 10,000 രൂപ ഒരുമിച്ച് കാണുന്നത്. ഞാൻ എന്റെ കടവും തീർത്തു, ഒരു പശുവിനെ വാങ്ങിച്ചു. അപ്പൊ പിന്നെ ഇവിടെ ഓരോരുത്തരുടെ തൊഴുത്തിൽ ചെന്ന് ഒരു തുള്ളി പാലിന് ഇറക്കണ്ടല്ലോ. ഓ, ഇവരുടെ പശുവിന്റെ പാലിന് വലിയ പൊണ്ണക്കാര്യം. ദോഷം പറയരുതല്ലോ വിഷ്ണു. ഇവള് ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം അതാ. അങ്ങനെയെങ്കിലും 4 കാശ് സമ്പാദിക്കാൻ തോന്നിയല്ലോ. അമ്മൂമ്മയെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക്. വെറുതെ വേണ്ട. ദാ എന്റെ ഈ മാല അങ്ങ് വാങ്ങിച്ചോണ്ട് തന്നാ മതി. 2.5 പവനുണ്ട്. അമ്മൂമ്മയ്ക്ക് ഞാൻ പലിശയും തന്നോളാം. പൈസ തന്ന പലിശ വാങ്ങിക്കാനും എനിക്കറിയാം. പക്ഷെ എന്തോ ചെയ്യാനാ മോളെ, ഇത് പണയെടുക്കുമ്പം ഞാൻ നിനക്ക് എന്തോ തരണം? 5000 രൂപ തികച്ചു വേണം. 5000 പോയിട്ട് അതിന്റെ പകുതി പോലും എന്റെ കയ്യിലില്ല. വേണമെങ്കിൽ വല്ല 100-200 തരാം. 200? അമ്മൂമ്മ എന്നെ കളിയാക്കിയാണോ? അല്ലേ അമ്മൂമ്മയ്ക്ക് വീട്ടുകാരെ വിശ്വാസമില്ല. വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അതല്ല കാര്യം. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. അപ്പൊ ഇത്രയും നാളും അമ്മൂമ്മ കെട്ടിപ്പൊതിഞ്ഞു വെച്ച കാശൊക്കെ എന്തിയേ? അതൊക്കെ തീർന്നു പോയിടി. ചുമ്മാതാ, അവരെങ്ങാണ്ട് ബാങ്കിലിട്ടിരിക്കുക. അത് ശരിയാ, അതൊരു ബാങ്കിലാ. അത് 10-ന് 10,000 ആയിട്ട് എനിക്കൊരിക്കൽ തിരിച്ചു കിട്ടും. അല്ലേടാ വിഷ്ണു? തൽക്കാലം അമ്മമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലേലും എനിക്കറിയാം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് എന്നോട് അസൂയ. നോക്കിക്കോ. അല്ല, വിമല എന്താ ഈ വഴി? പനി ശരിക്കും മാറിയിട്ടാണോ ഇറങ്ങി നടക്കുന്നത്? പനിയൊക്കെ മാറി സുഗുണൻ ചേട്ടാ. അല്ല, ഇനി പനിയാണെങ്കിൽ തന്നെ വീട്ടിലിരിക്കാൻ പറ്റുമോ? അതിനൊക്കെ ഭാഗ്യം വേണം.
നമ്മളൊരു തലയിലെടുത്ത് തെറ്റിയവളായിപ്പോയി സുഗണൻ ചേട്ടാ. ഞാനാണേ കുഞ്ഞുനാള് മുതൽ കിടന്ന് കഷ്ടപ്പെടുന്നതാ. ഇന്നു മാറും നാളെ മാറും, നമുക്കും ഒരു നല്ല കാലം വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞു. എന്നിട്ടെന്തിയേ ഇപ്പതാ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇട്ടിട്ട് പോയെങ്കിൽ അത് അയാളുടെ വിവരക്കേട്. അല്ലാതെ വിമലയ്ക്ക് എന്താ കുഴപ്പം? വിമലയെ പോലൊരു ഭാര്യയെ കിട്ടാനുള്ള യോഗ്യതയൊന്നും സച്ചി സാറിനില്ലായിരുന്നു. അത് ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നതാ. വിമലയുടെ സൗന്ദര്യത്തിനോ നിറത്തിനോ മിടുക്കിനോ ഒന്നും അങ്ങേര് പോരാ. അത് സുഗണൻ ചേട്ടൻ പറയരുത്. എനിക്ക് സച്ചിയേട്ടൻ പോരെന്നോ ചേരത്തില്ലെന്നോ മാത്രം പറയരുത്. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. എന്റെ ഒരിഷ്ടത്തിനും ഒരെതിർപ്പ് ഇന്നോളം പറഞ്ഞിട്ടില്ല. ഹാ, ഇനി ഞാനിതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുന്ന എന്തിനാ? ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലട്ടെ. മുടിഞ്ഞ പലിശയാ. എന്നാലും കടം ഇട്ടേക്കുന്നത് വലിയ വിഷമാ. സുഗണൻ ചേട്ടൻ കടയിലോട്ട് ചെല്ലുമ്പോഴേക്കും ഞാനിത് പണയം വെച്ചിട്ട് ഓടി വന്നേക്കാം. ദേ, മാല ഊരി പേഴ്സിനകത്ത് വെച്ചിരിക്കുക. ആ കടവങ്ങ് വീട്ട. അതൊന്നും വേണ്ട. ആ മാല ഇപ്പൊ അങ്ങനെ പണയം വെക്കണ്ട. ആ മാല കിടക്കേണ്ടതേ ഈ സുന്ദരമായ കഴുത്തിലാ വിമലേ. ഓ പിന്നെ, ഇനി വയസ്സുകാലത്താ സുന്ദരം. ഇനിയിപ്പൊ മാലയും താലിയും ഒന്നും വേണ്ട. വല്ല ചാതിയിലെ എന്റെ പെങ്കൊച്ചിനെ പഠിപ്പിച്ച് കല്യാണം കഴിച്ചു വിടണം. മാല ഇടാതെ പോണ സൗന്ദര്യം അങ്ങ് പോട്ടെ. അപ്പറഞ്ഞത് ശരിയാ. വിമലയുടെ കഴുത്തിൽ നിന്ന് മാല ഉരിയാൽ കഴുത്തിന് സൗന്ദര്യക്കുറവില്ല. പക്ഷേ മാലയുടെ ഭംഗി അങ്ങ് പോവും. അത് ഞാൻ സമ്മതിക്കത്തില്ല. ആ മാല കഴുത്തിൽ തന്നെ കിടക്കണം. സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോ വാങ്ങിച്ച ചുരിദാറിന്റെ പൈസ ഉണ്ടല്ലോ, 3000 രൂപ. അത് വിമല സാവധാനം തന്നാ മതി. എന്തായാലും മാല പണയം വെച്ച് വിമല എന്റെ കടം വീട്ടണ്ട. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലയോ, വിമലയ്ക്ക് എന്താവശ്യമുണ്ടേലും ഞാനുണ്ട്. എന്തു എന്നോട് പറയാം. ഭർത്താവ് കൂടെയില്ലാത്ത ഒരു സ്ത്രീയുടെ വിഷമമൊക്കെ എനിക്കറിയാം. എപ്പോഴും ഞാനുണ്ട്. സുഗണൻ ചേട്ടാ, ഞാൻ ഈ മാല പണയം വെക്കാൻ എന്ത് സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയോ? സ്വന്തം കൂടപ്പിറപ്പുകളാവട്ടെ പെറ്റ തള്ളയാവട്ടെ എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞില്ല. പക്ഷെ ആരുമല്ലാത്ത സുഗണൻ ചേട്ടന് അത് പറയാൻ തോന്നി. അതാ പറഞ്ഞത്, ദൈവം ഒന്ന് പറയുന്ന ഒരാളുണ്ടെന്ന്. ദൈവം ഒരു വാതിലടയ്ക്കുമ്പോ 9 വാതിൽ തുറക്കുമെന്ന് പറയുന്നത് ശരിയാ. വിമലയുടെ വീടിന് പടിഞ്ഞാറ് വശത്തല്ലേ വാതില്? ഞാൻ എന്റെ വീടിന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു. നിങ്ങൾ ഭാഗം വച്ചിട്ടില്ലല്ലോ. കുറേ നാളു മുമ്പ് ആ വഴിക്ക് വന്ന ഒരു ഓർമ്മയുണ്ട്. അമ്പലത്തിന്റെ അടുത്തുനിന്ന് തിരിയുന്നത് നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറേ മുറ്റത്തല്ലേ വന്ന് നിൽക്കുന്നത്? അല്ല, സുഗണൻ ചേട്ടൻ ആ വഴിയൊക്കെ അറിയാവോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സ്നേഹമുള്ള മനസ്സുകള് എപ്പോഴായാലും ഒരു വഴി കണ്ടുപിടിക്കും. വിമല ധൈര്യമായിട്ട് പോ. എന്തിനും ഞാൻ കൂടെയുണ്ട്. ഈ സുഗണൻ ചേട്ടൻ. വലിയ ഉപകാരം സുഗണൻ ചേട്ടാ. അപ്പൊ ആ 3000 രൂപ ഞാൻ സാവധാനം തന്നാ മതിയല്ലോ? സാവധാനം തന്നാ മതി. തന്നില്ലേലും കുഴപ്പമില്ല. ഈശ്വര, എന്നാ ഞാൻ പോട്ടെ. വിമലേ, 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 വിമലേ. അമ്മേ, അമ്മ കേട്ടില്ലേ? വാതിലാരോ തട്ടുന്ന ശബ്ദം. ഞാനും കേട്ടു. ആരാ ഈ സമയത്ത്? അച്ഛനോ മറ്റോ ആണോ? നിന്റെ അച്ഛൻ വരുന്നെങ്കിൽ പകൽ സമയത്തേ വരൂ. കള്ളനെ പോലെ അർദ്ധരാത്രി വന്ന് കഥകൾ തട്ടുന്നതൊക്കെ നിന്റെ സുനിച്ചിറ്റപ്പന്റെ സ്വഭാവ. നീ ഇവിടെ കിടക്ക, ഞാൻ പോയി നോക്കാം. അമ്മേ, കഥവ് തുറക്കല്ലേ. വല്ല കള്ളന്മാരോ മറ്റോ ആണെങ്കിൽ? എന്തായാലും നോക്കിയല്ലേ പറ്റൂ. ഇതെന്റെ വീടല്ലേ. നീ ഇവിടെ തന്നെ കിടന്നോ, അനങ്ങിപ്പോരുത്. കിടന്നോ.
പേടിക്കണ്ട പോലെ, ഇത് ഞാനാ, സുഗുണൻ ചേട്ടൻ. കഥ തുറക്ക്, കഥ തുറക്ക്. നീ ആ 3000 രൂപ തിരിച്ചു തരണ്ട. ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. എടാ വിഷ്ണു, അമ്മൂമ്മേ, എല്ലാരും എഴുന്നേറ്റ് വാ, വിമലേ, ഓടി വാ. ഇവിടെ ഒരു കള്ളം വന്ന് നിൽക്കുന്നു. ആരെയും വിളിക്കണ്ട. വിഷ്ണു, വേഗം വാ. ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. വിഷ്ണു, അമ്മൂമ്മേ, അയ്യോ, കള്ളൻ, കള്ളൻ, അയ്യോ, ഓടി വാ. വിഷ്ണു, എന്താ? ഒരുത്തൻ വന്ന് കതവി തട്ടി ലൈറ്റ് ഇട്ടപ്പോ അങ്ങോട്ട് ഓടിപ്പോയി. ആരാ ആരാ അവിടെ? ഏ? ആരാ ആരാന്നാ ചോദിച്ചേ? ആരാ അവിടെന്ന്? ആരാന്നാ ആരാന്നാ ചോദിച്ചേ? ആരാ ആരാ അവിടെ? ആ, അവിടെയൊന്നും ആരുമില്ല. എന്നാലും ആരാ ഇത്ര ധൈര്യമായിട്ട് ഒന്ന് കഥവെ തട്ടിയത്? ഹാ, ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞില്ലേ? ഇനി പല ആഭാസന്മാരും വന്ന് കഥയിൽ തട്ടും. പോയി കിടന്ന് ഉറങ്ങടി. അമ്മൂമ്മ പോയിക്കോ. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ, അകത്ത് കയറ്. കഥ ഊറ്റിയിട്ട് ലൈറ്റ് അണയ്ക്കും. അളിയന്മാരും പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും